എഴുതാനും വായിക്കാനും ചില കുട്ടികൾ വൈകുന്നു, മറ്റു ചില കുട്ടികൾ വേഗം എഴുതുന്നു, വേഗം വായിക്കുന്നു. പേരൻസിന് ചെറിയൊരു വിഷമം ഉണ്ടാകുന്നൊരു കാര്യമാണ്. എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് കൊടുത്തിട്ടും എൻ്റെ കുട്ടി മാത്രം എഴുതാൻ കുറച്ച് വായിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ തീരെ കുട്ടി എഴുതുന്നില്ല. ഒരു 5 വയസ്സ് വരെ അല്ലെങ്കിൽ 5, 6, 7 വയസ്സിനുള്ളിൽ ചെറിയൊരു വിഷമമാണ് മിക്ക മാതാപിതാക്കളും. തങ്ങളുടെ കുട്ടികൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പിന്നീട് പലതരത്തിലുള്ള ടെൻഷൻസ് ആവുന്നു. ലേണിംഗ് ഡിസബിലിറ്റീസ് ആണോ, കൊഗ്നിറ്റീവ് ഡിസോർഡർ ആണോ, ഹൈപ്പർ ആക്റ്റീവ് ആണോ, അതോ മറ്റെന്തെങ്കിലും ഓട്ടിസം ആണോ, അങ്ങനെയുള്ള വിഷമങ്ങൾ. ഒട്ടും വിഷമിക്കേണ്ട. നമ്മളെ തന്നെ ഒന്ന് അവലോകനം ചെയ്യുക. നമ്മളൊരു ഭാഷ പഠിക്കുന്നു. തമിഴ് നമുക്ക് കേട്ടാൽ കുറേയൊക്കെ മനസ്സിലാവും, ആ ഭാഷ അറിയാത്തവരെ കുറിച്ച്. പക്ഷെ എഴുതാൻ നമുക്കറിയില്ല. നമ്മളുടെ അടുത്ത് ഒരു ദിവസം വന്ന് തമിഴിൻ്റെ അക്ഷരങ്ങൾ എഴുതി കാണിക്കുന്നു, നാളെ മുതൽ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാത്തൊരു ഭാഷയാണ്. ചൈനീസ് ഭാഷ കേട്ടാലും മനസ്സിലാകാത്തവരുണ്ട്, എഴുതാനും അറിയാത്തവരുണ്ട്. അത് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം ഒന്ന് താല്പര്യം വരണം, ആവശ്യബോധം വേണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ആ ഭാഷ അറിയാവുന്നവരായിരിക്കണം. ഭാഷ അറിയാവുന്നവരാണെങ്കിൽ പോലും ആ ഭാഷ പഠിപ്പിക്കാൻ പരിശീലനം തേടിയവരായിരിക്കണം. അപ്പം ഭാഷ പഠിപ്പിക്കാൻ പരിശീലനം അറിയാവുന്നത് പേരൻറ്റിങ് ഒരു കലയാണ്. ഈ പഠിപ്പിക്കുന്നതും തീരെ കുട്ടികളെ പഠിത്തത്തിലേക്ക് അടുപ്പം കൊണ്ടുവരുന്ന ഒരു കലയാണ്. അത് വളരെ ക്ഷമയോടെ സമാധാനത്തോടെ വേണം. നമ്മുടെ ജോലികളെല്ലാം തീർന്ന് കിട്ടുന്ന ഒരു സമയം, ഒരു 10, 15, അരമണിക്കൂർ കുട്ടിയെ അടുത്ത് വിളിച്ചിരിക്കുന്നു, എഴുതാൻ പറയുന്നു, കുട്ടി ഓടിപ്പോകുന്നു. കുട്ടിയുമായിട്ട് ആദ്യം ഒരു ഇമോഷണലി ഒരു കണക്ഷൻ, അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ നല്ല കൂട്ടുകാരാവുക. ആദ്യം കുറച്ച് കളികൾ, കുറച്ച് ആക്ടിവിറ്റീസ്, നമ്മളോട് ചേർത്ത് നിൽക്കുന്നതിനോടൊപ്പം തന്നെ അവരോട് ചേരാനും നമ്മൾ താല്പര്യപ്പെടും. അവരുടെ ലോകത്തേക്ക് നമ്മൾ എത്തുക. ആദ്യം ഭാഷയെ കേൾക്കാൻ പഠിപ്പിക്കുക. പല പല കാര്യങ്ങൾ, പുതിയ പുതിയ ഓരോ വാക്കുകൾ, കുട്ടി കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ, അതിൻ്റെ പേരുകൾ പറഞ്ഞു കൊടുക്കുക രസകരമായ രീതിയിൽ. അത് കഴിഞ്ഞ ശേഷം പതിയെ പതിയെ എഴുതി കാണിക്കുക, ഉറക്കെ വായിക്കുക. അങ്ങനെ കണ്ടും കേട്ടും കുട്ടിയെ അതിലേക്ക് തനിയെ താല്പര്യം വന്നോളും. അതൊരു ഡിസബിലിറ്റി അല്ല. അത് നമ്മളത് കൂടുതൽ പെട്ടെന്ന് പഠിക്കണമെന്ന് നിർബന്ധിക്കുമ്പോഴാണ് ചിലപ്പം കുട്ടി തീരെ വിളിച്ചാൽ കേൾക്കാവുന്ന മട്ടിലും എഴുതാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലും മാറി നിൽക്കുന്നത്. ഒരു 7 വയസ്സ് വരെ കുട്ടികൾക്ക് സ്വാഭാവികമാണ് കുറച്ച് കുസൃതി കൂടുക. അടങ്ങിയിരിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരുടെ കളിക്കുന്ന പ്രായമാണ്, വളർന്നു വരുന്ന പ്രായമാണ്. അതിനൊത്ത് പേരൻസും ഒരു ചെറിയൊരു പരിശീലനം നേടിയെടുക്കുന്നത് നല്ലതാണ്. ശിശുരോഗ വിദഗ്ധൻ്റെ അടുത്ത് നിന്ന്, ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത്, എക്സ്പേർട്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരുപാട് അനുഭവമുള്ള മാതാപിതാക്കളുടെ അടുത്ത്, നേരത്തെ വളർത്തി ചിട്ടയായ പരിശീലനമുള്ള മാതാപിതാക്കളുടെ അടുത്ത് നിന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു അമ്മയാകുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് ഒരു അച്ഛനാകുന്നതെങ്കിൽ നമുക്കത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് ചോദിച്ച് മനസ്സിലാക്കി ക്ഷമയോടുകൂടി ചെയ്താൽ നമ്മുടെ കുട്ടികൾ നമ്മളിലേക്ക് അടുക്കുകയും പഠനത്തിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് പഠനവും നമ്മളും ഒരു സഫറിങ്സ് ആവും, ബുദ്ധിമുട്ടാവും. കഷ്ടപ്പാടാകാതെ ഇഷ്ടത്തോടെ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഒപ്പം നിർത്തി നമുക്കും അവർക്കും രാജ്യത്തിനും ഒതുങ്ങുന്ന കരുത്തരായ ആത്മവിശ്വാസമുള്ള കുട്ടികളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും.